നമ്മൾ മലയാളത്തിൽ പൊതുവെ പറയും ഇവിടെ ഒരു ആക്സിഡന്റ് ഉണ്ടായിരുന്നു, അവിടെ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു, ഇവിടെ ഒരുപാട് വീടുകൾ ഉണ്ടായിരുന്നു, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പൊതുവെ നമ്മൾ മലയാളത്തിൽ ഉപയോഗിക്കാറുള്ളതാണ്. ഇത് എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുക എന്നുള്ളതാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാൻ പോവുകയാണ്. എല്ലാവരെയും ഇംഗ്ലീഷ് ടുഡേയുടെ 40ാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇറ്റ്സ് മീ മുഹമ്മദ് സുഫാൻ. വെൽക്കം ടു ദ ഇംഗ്ലീഷ് ടുഡേ. എല്ലാവരും കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ കൃത്യമായി കണ്ടുപഠിച്ചിട്ടാണ് ഈ ക്ലാസ്സിലേക്ക് വന്നതെന്ന് വിചാരിക്കുന്നു. കാണാത്തവർ നിർബന്ധമായിട്ടും ആ ക്ലാസ്സുകളൊക്കെ ഓർഡർ ക്രമത്തിൽ കാണാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെ കണ്ടാൽ മാത്രമാണ് ഈ കോഴ്സിലൂടെ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇംഗ്ലീഷ് പഠിക്കാൻ സാധിക്കുകയുള്ളൂ. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ക്ലാസ് ഉണ്ടായിരുന്നു എന്നെങ്ങനെയാണ് പറയുക? ക്ലാസ് ഉണ്ടായിരുന്നു. ഇപ്പൊ ഉള്ളതല്ല, പണ്ടുള്ള കാര്യമാണ് പറയാൻ. ക്ലാസ് ഉണ്ടായിരുന്നു എന്നെങ്ങനെയാണ് പറയാൻ പറ്റുക? there was a class. ക്ലാസ് ഉണ്ടായിരുന്നു. ഇപ്പം ക്ലാസ്സുകൾ, ഒന്നിൽ കൂടുതൽ ഒരുപാട് ക്ലാസ്സുകൾ ഉണ്ടായിരുന്നു. അങ്ങനെ ക്ലാസ്സുകൾ ഉണ്ടായിരുന്നു എന്നെങ്ങനെയാണ് പറയാൻ പറ്റുക? there were classes. ക്ലാസ്സുകൾ ഉണ്ടായിരുന്നു. ഇതിന് കുറച്ച് നിയമം വരുന്നുണ്ട്. ആ നിയമം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഒരു വസ്തുവാണ് ഉള്ളതെങ്കിൽ there was ഉപയോഗിച്ചിട്ട് പറയുക. ഒന്നിൽ കൂടുതൽ വസ്തുക്കളാണ് ഉള്ളതെങ്കിൽ there were ഉപയോഗിച്ചിട്ട് പറയുക. അതുകൊണ്ടാണ് there was a class, ഒരു ക്ലാസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ there were classes, ക്ലാസ്സുകൾ ഉണ്ടായിരുന്നു എന്ന് പറയും. ഇതാണ് ഇതിന്റെ നിയമം വരുന്നുള്ളൂ. ഇത് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. കൂടാതെ നിങ്ങൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത് there was അതുപോലെ തന്നെ there were എന്ന് പറഞ്ഞു. there എന്നുള്ളത് അർത്ഥം നമ്മൾ കൃത്യമായിട്ട് പഠിച്ചതാണ്. അവിടെ എന്നുള്ള അർത്ഥമാണ് നമ്മൾ പഠിച്ചത്. പക്ഷേങ്കിൽ ഇവിടെ എന്ന് പറയുന്നത് അതിന് അങ്ങനെ അർത്ഥമൊന്നും വരൂല. there was എന്ന് പറഞ്ഞാലും there were എന്ന് പറഞ്ഞാൽ ഉണ്ടായിരുന്നു എന്നുള്ള ഒരു അർത്ഥമാണ് വരൂ. അല്ലാതെ അവിടെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു അർത്ഥമൊന്നും ഇവിടെ വരൂല. അപ്പൊ എന്ന് പറയുന്നത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പൊ എന്ന് പറയുന്നത് അവിടെ ഒരു കാർ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ there was a car there എന്ന് പറഞ്ഞിട്ട് എക്സ്ട്രാ നമ്മൾ പറയണം. അപ്പം ഈ കാര്യം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. പ്രധാനമായും ഇതിന്റെ സാഹചര്യവും ഇതിന്റെ വാക്കുകൾ എങ്ങനെയാണ് ചേർക്കേണ്ടതെന്ന് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. സാഹചര്യം, പണ്ട് ഒരു കാര്യം ഉണ്ടായിരുന്നു. പണ്ട് എന്ന് പറയുമ്പോൾ പാസ്റ്റില്, മുൻപുള്ള ഒരു സെക്കൻഡ് മുന്നേ ആണെങ്കിലും ഒരു കഴിഞ്ഞ ഒരു സമയത്ത്, ഇപ്പൊ ഉള്ളതല്ല, കഴിഞ്ഞ ഒരു സമയത്ത് ഒരു കാര്യം ഉണ്ടായിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യം ഉപയോഗിക്കുക. കൂടാതെ ഇതിന്റെ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ഇപ്പം ക്ലാസ് ഉണ്ടായിരുന്നു, ഒരു ക്ലാസ് ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ക്ലാസ് മാത്രം ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ there was a class എന്നാണ് പറയാം. ഫസ്റ്റ് എന്ന് പറയുന്നത് there ചേർത്ത് കൊടുക്കുക, രണ്ടാമത് was ചേർക്കുക, മൂന്നാമതായിട്ട് എന്ന് പറയുന്നത് a ചേർക്കുക, നാലാമത് ഇപ്പം എന്താണോ വസ്തുക്കൾ ഉള്ളത്, ഇപ്പൊ ഇവിടെ ക്ലാസ് എന്നുള്ളതാണ്, ക്ലാസ് ചേർക്കുക. അപ്പൊ എന്ന് പറയുന്നത് ഒന്നിൽ കൂടുതൽ കാര്യമാണ് ഉള്ളതെങ്കിൽ ആദ്യം there ചേർക്കുക, രണ്ടാമതായിട്ട് were ചേർക്കുക, മൂന്നാമതായിട്ട് എന്താണോ ക്ലാസ് ആണെങ്കിൽ ക്ലാസ്സസ് എന്ന് പറയും. അപ്പൊ എന്ന് പറയുന്നത് അതിനാന്ന് പറയുന്നത് ഒന്നിൽ കൂടുതലായിട്ട് ആക്കുക, പ്ലൂറൽ ആയിട്ട് ചേർക്കുക എന്നുള്ളതാണ്. ഒന്നിൽ കൂടുതൽ. ഇപ്പൊ എന്ന് പറയുന്നത് ക്ലാസ് എന്ന് പറയുന്നത് ഒന്നാണ്, ക്ലാസ്സുകൾ എന്ന് പറയുമ്പോൾ ക്ലാസ്സസ് എന്നും പറഞ്ഞിട്ട് ചേർക്കുക. ഇതിന്റെ ഉദാഹരണ സഹിതം നമുക്ക് നോക്കാം. അപ്പോൾ എന്ന് പറയുന്നത് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. മീറ്റിംഗ് ഉണ്ടായിരുന്നു എന്നെങ്ങനെയാണ് പറയുക? മീറ്റിംഗ് ഉണ്ടായിരുന്നു. there was a meeting. മീറ്റിംഗ് ഉണ്ടായിരുന്നു. ആക്സിഡന്റ് ഉണ്ടായിരുന്നു എന്നെങ്ങനെയാ പറയാ? there was an accident. ആക്സിഡന്റ് ഉണ്ടായിരുന്നു. കാർ ഉണ്ടായിരുന്നു എന്നെങ്ങനെയാ പറയാ? there was a car. കാർ ഉണ്ടായിരുന്നു. ബൈക്ക് ഉണ്ടായിരുന്നു എന്നെങ്ങനെയാ പറയാ? there was a bike. ബൈക്ക് ഉണ്ടായിരുന്നു. ഇപ്പൊ നോക്കിയ ഉദാഹരണം വാസ് വെച്ചിട്ടുള്ളതാണ്. എന്നുവെച്ചാൽ വാസ് വെച്ചിട്ട് പറയുമ്പോൾ ഒരു വസ്തുവാണ് ഉള്ളതെങ്കിൽ വാസ് വെച്ചിട്ടാണ് പറയുക. ഒന്നിൽ കൂടുതൽ വസ്തുക്കളാണ് ഉള്ളതെങ്കിൽ എങ്ങനെ പറയാൻ പറ്റും? വേറെ വെച്ചിട്ടാണ് പറയാം. അപ്പൊ കാറുകൾ ഉണ്ടായിരുന്നു എന്നെങ്ങനെയാണ് പറയാൻ പറ്റുക? കാറുകൾ ഉണ്ടായിരുന്നു. there were cars. എസ് ചേർക്കുക, cars. കാറുകൾ ഉണ്ടായിരുന്നു. ബൈക്കുകൾ ഉണ്ടായിരുന്നു എന്നെങ്ങനെയാ പറയാ? there were bikes. ബൈക്കുകൾ ഉണ്ടായിരുന്നു. പരിപാടികൾ ഉണ്ടായിരുന്നു എന്നെങ്ങനെയാ പറയാ? there were പ്രോഗ്രാംസ്. പരിപാടികൾ ഉണ്ടായിരുന്നു. നമ്മളിപ്പോ നോക്കിയത് എന്ന് പറയുന്നത് ചെറിയ വാക്കുകൾ വെച്ചിട്ടുള്ള ചെറിയ ഉദാഹരണമാണ് നോക്കിയത്. അത് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയ ഉദാഹരണമാണ് നോക്കിയത്. അടുത്ത നമുക്ക് വലിയ ഉദാഹരണങ്ങൾ നോക്കാം. അതെന്ന് പറയുന്നത് നമുക്ക് സംസാര ഭാഷയിൽ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന വലിയ ഉദാഹരണങ്ങൾ നമുക്ക് അടുത്തത് നോക്കാം. നിങ്ങൾക്ക് ഇപ്പോഴും ഒരുപാട് സംശയം വരാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം നമ്മൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ഒരു കാര്യം മുമ്പേ പഠിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ക്ലാസ് ഉണ്ടായിരുന്നു, അവന് ബൈക്ക് ഉണ്ടായിരുന്നു, അങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിച്ചതാണ്. ഹാഡ് വെച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷേങ്കിൽ ഇതെന്ന് പറയുന്നത് അതേ അർത്ഥം തന്നെയാണ് വരുന്നത്. പക്ഷേങ്കിൽ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം
ഹാഡ് വെച്ചിട്ട് പറയുമ്പോൾ എപ്പോഴും പറയുന്നത് വ്യക്തികൾക്ക് ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോഴാണ് ഹാഡ് വെച്ചിട്ട് പറയുക. പക്ഷേങ്കിൽ വ്യക്തികൾ ഒഴികെ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് പറയുമ്പോഴാണ് നമ്മൾ ദർ വാസും അതുപോലെ തന്നെ ദേർ വേറും ഉപയോഗിച്ചിട്ട് പറയാം. ഉദാഹരണത്തിന് എനിക്ക് പൂച്ചയുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഐ ഹാഡ് എ ക്യാറ്റ് എന്ന് പറയാൻ പറ്റും. പക്ഷേങ്കിൽ എൻ്റെ വീട്ടിൽ ഒരു പൂച്ചയുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഐ ഹാഡ് എ ക്യാറ്റ് എന്ന് പറയാൻ പറ്റൂല. അതിനാണ് നമ്മൾക്ക് ഈ കാര്യം ഉപയോഗിക്കുന്നത്. ദർ വാസ് എ ക്യാറ്റ് ഇൻ മൈ ഹോം. എൻ്റെ വീട്ടിൽ നമ്മളിപ്പോൾ ഒരു സ്ഥലം വെച്ചു കൊടുക്കുമ്പോൾ എന്താണോ വസ്തു അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒരു സ്ഥലം വെച്ചു കൊടുക്കാം. ദർ വാസ് എ ക്യാറ്റ് ഇൻ മൈ ഹൗസ്. എൻ്റെ വീട്ടിലൊരു പൂച്ചയുണ്ടായിരുന്നു. ഇതിൻ്റെ കൃത്യമായിട്ടുള്ള ഉദാഹരണ സഹിതം എന്ന് പറയുന്നത് നമ്മൾ മുന്നോട്ടേക്ക് നോക്കും. അതുപോലെ തന്നെ ഹാഡിൻ്റെയും അതുപോലെ തന്നെ ഇതിൻ്റെയും കൃത്യമായിട്ടുള്ള വ്യത്യാസം എല്ലാം എന്ന് പറയുന്നത് ഈ ക്ലാസ്സിൽ കൃത്യമായിട്ട് പരിശോധിച്ച് നോക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇവിടെ ഒരു പൂന്തോട്ടം ഉണ്ടായിരുന്നു എന്നെങ്ങനെയാണ് പറയുക? ഇവിടെ ഒരു പൂന്തോട്ടം ഉണ്ടായിരുന്നു. ദർ വാസ് എ ഫ്ലവർ ഗാർഡൻ. ഫ്ലവർ ഗാർഡൻ എന്ന് പറഞ്ഞാൽ പൂന്തോട്ടം എന്ന് പറയാം. ഫ്ലവർ ഗാർഡൻ ഹിയർ. ഇവിടെ ഒരു പൂന്തോട്ടം ഉണ്ടായിരുന്നു. അടുത്തൊരു ഉദാഹരണം നോക്കാം. ഈ സ്കൂളിൽ ഒരു ഗ്രൗണ്ട് ഉണ്ടായിരുന്നു എന്നെങ്ങനെയാണ് പറയാൻ പറ്റുക? ദർ വാസ് എ ഗ്രൗണ്ട് ഇൻ ദിസ് സ്കൂൾ. ഇൻ എന്ന് പറഞ്ഞാൽ ഇൽ എന്നാണ് പറയുക. ദിസ് എന്ന് പറഞ്ഞാൽ ഈ സ്കൂളിൽ ഒരു ഗ്രൗണ്ട് ഉണ്ടായിരുന്നു. ഇത് പറയുമ്പോൾ നമ്മൾ ഇപ്പോൾ ഇതിൻ്റെ സാഹചര്യം മനസ്സിലാക്കുക. ഇതിപ്പോൾ ഉള്ള കാര്യമല്ല പറയുന്നത്, മുമ്പേ ഉണ്ടായിരുന്നു, ഇപ്പം അതില്ല. അതുകൊണ്ടാണ് ഈ രീതിയിൽ പറയുന്നത്. ദർ വാസ് എ ഗ്രൗണ്ട് ഇൻ ദിസ് സ്കൂൾ. ഈ ഒരു സ്കൂള് ഒരു ഗ്രൗണ്ട് പണ്ട് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അവിടെ ഒരു പൂച്ച ഉണ്ടായിരുന്നു എന്നെങ്ങനെയാണ് പറയാൻ പറ്റുക? ദർ വാസ് എ ക്യാറ്റ് ദെയർ. അവിടെ ഒരു പൂച്ചയുണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദെയർ എന്നുള്ളത് വീണ്ടും നമ്മൾ അവിടെ ഉണ്ടായിരുന്നു എന്ന് അർത്ഥം ലഭിക്കണമെങ്കിൽ വീണ്ടും ഒരു ദെയർ പറഞ്ഞു കൊടുക്കണം. എന്നാലേ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ള അർത്ഥം ലഭിക്കൂ. അല്ലാതെ ദെയർ വാസ് എ ക്യാറ്റ് എന്ന് മാത്രം പറയുകയാണെങ്കിൽ ക്യാറ്റ് പൂച്ച ഉണ്ടായിരുന്നു എന്നുള്ള അർത്ഥമാണ് ലഭിക്കുക. അപ്പം അവിടെ ഒരു പൂച്ചയുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ദെയർ വാസ് എ ക്യാറ്റ് ദെയർ. അവിടെ ഒരു പൂച്ചയുണ്ടായിരുന്നു. അടുത്ത ഉദാഹരണം നോക്കാം. ഇവിടെ ഒരു ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നു എന്നെങ്ങനെയാണ് പറയാൻ പറ്റുക? ഇവിടെ ഒരു ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇല്ല, അത് പണ്ടുള്ള കാര്യമാണ് പറയുന്നത്. ഇവിടെ ഒരു ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നു. ദർ വാസ് എ ഹോസ്പിറ്റൽ ഹിയർ. ഇവിടെ ഒരു ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നു. അടുത്ത ഉദാഹരണം നോക്കാം. എൻ്റെ വീട്ടിൽ ഒരു ആനയുണ്ടായിരുന്നു എന്നെങ്ങനെയാണ് പറയുക? എൻ്റെ വീട്ടിലാണുള്ളത്, അത് എനിക്കല്ല. എൻ്റെ വീട്ടിലൊരു ആനയുണ്ടായിരുന്നു. അതെങ്ങനെയാണ് പറയാൻ പറ്റുക? ദർ വാസ് ആൻ എലിഫന്റ് ഇൻ മൈ ഹോം. എൻ്റെ വീട്ടിൽ ഒരു ആനയുണ്ടായിരുന്നു. ദർ വാസ് ആൻ എലിഫന്റ് ഇൻ മൈ ഹോം. എൻ്റെ വീട്ടിൽ ഒരു ആന ഉണ്ടായിരുന്നു. എൻ്റെ വീട്ടിൽ ഒരു കാർ ഉണ്ടായിരുന്നു എന്നെങ്ങനെയാണ് പറയുക? ഇപ്പോൾ ഉള്ളതല്ല, പണ്ടുണ്ടായിരുന്നു. ചിലപ്പോൾ ഇപ്പം വിറ്റിട്ടുണ്ടാവാം, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. എൻ്റെ വീട്ടിലൊരു കാർ ഉണ്ടായിരുന്നു. ദർ വാസ് എ കാർ ഇൻ മൈ ഹോം. എൻ്റെ വീട്ടിലൊരു കാർ ഉണ്ടായിരുന്നു. ഇതിൻ്റെ സ്ട്രക്ചർ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇപ്പോൾ ഒരു വസ്തു പറഞ്ഞതിന് ശേഷമാണ് ഏതാണോ സ്ഥലം അത് ചേർത്ത് കൊടുക്കേണ്ടത്. വസ്തു കൃത്യമായിട്ട് പറഞ്ഞതിന് ശേഷം ഇപ്പോൾ ദർ വാസ് എ കാർ, അപ്പോൾ കാറാണ് വസ്തു വരുന്നത്. അതിന് ശേഷം എന്ന് പറയുന്നത് ഇൻ മൈ ഹോം, എൻ്റെ വീട്ടിലുണ്ടായിരുന്നു. എവിടെയാണോ ഉള്ളത് അത് എന്ന് പറയുന്നത് കൃത്യമായിട്ട് അതിന് ഒരു വസ്തുക്കൾക്ക് ശേഷം എന്ന് പറയുന്നത് ചേർത്ത് കൊടുക്കുക. എൻ്റെ ഗ്രാമത്തിൽ ഒരു ഉരുൾപൊട്ടൽ ഉണ്ടായിരുന്നു എന്നെങ്ങനെയാണ് പറയാൻ പറ്റുക? ദർ വാസ് എ ലാൻഡ് സ്ലൈഡ് ഇൻ മൈ വില്ലേജ്. ലാൻഡ് സ്ലൈഡ് എന്നുള്ളതാണ് ഉരുൾപൊട്ടൽ അല്ലെങ്കിൽ മണ്ണൊലിച്ചൽ എന്നൊക്കെ പറയാൻ പറ്റുക. ദർ വാസ് എ ലാൻഡ് സ്ലൈഡ് ഇൻ മൈ വില്ലേജ്. നമ്മളിപ്പോൾ നോക്കിയത് വാസ് വെച്ചിട്ടുള്ള ഉദാഹരണമാണ്. അടുത്തതെന്ന് പറയുന്നത് നമുക്ക് വേറെ വെച്ചിട്ടുള്ള ഉദാഹരണം നോക്കാം. വേറെ എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതലുള്ള വസ്തുക്കളാണ് ഉള്ളതെങ്കിൽ, വസ്തുക്കളോ ആളുകളോ എന്താണോ ഉള്ളതെങ്കിൽ അപ്പോൾ എന്ന് പറയുന്നതാണ് നമ്മൾ എന്ത് ചേർക്കുക? വേറെ ചേർത്തിട്ട് പറയാം. അപ്പം അങ്ങനെയുള്ള കുറച്ച് ഉദാഹരണങ്ങൾ നമുക്ക് അടുത്ത് നോക്കാം. ഇവിടെ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു എന്നെങ്ങനെയാണ് പറയാൻ പറ്റുക? ഇവിടെ ഒരുപാട് ആളുകളുണ്ട്. ഒരുപാട് എന്ന് പറയുമ്പോൾ മെനി എന്ന് പറയും. ഇവിടെ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. ദെയർ വെയർ മെനി പീപ്പിൾ ഹിയർ. ഇവിടെ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. കോഴിക്കോട് ഒരുപാട് ഷോപ്പുകൾ ഉണ്ടായിരുന്നു എന്നെങ്ങനെയാണ് പറയാൻ പറ്റുക? ഇപ്പോൾ ഉള്ളതിൽ പണ്ട് ഉണ്ടായിരുന്നു എന്നെങ്ങനെ പറയാൻ പറ്റും? ദെയർ വെയർ മെനി ഷോപ്സ് ഇൻ കോഴിക്കോട്. കോഴിക്കോട് ഒരുപാട് ഷോപ്പുകൾ ഉണ്ടായിരുന്നു. എൻ്റെ വീട്ടിൽ ഒരുപാട് വളർത്തു മൃഗങ്ങൾ ഉണ്ടായിരുന്നു എന്നെങ്ങനെ പറയാം? എൻ്റെ വീട്ടിൽ വളർത്തു മൃഗങ്ങൾ ഉണ്ടായിരുന്നു എന്നെങ്ങനെ പറയാൻ പറ്റുക? ദെയർ വെയർ പെറ്റ്സ് ഇൻ മൈ ഹോം. പെറ്റ് എന്നുള്ളതാണ് വളർത്തു മൃഗം എന്ന് പറയാം. പെറ്റ്സ് ഇൻ മൈ ഹോം. എൻ്റെ വീട്ടിൽ വളർത്തു മൃഗങ്ങൾ
ഉണ്ടായിരുന്നു. ഈ ലോകത്ത് ഒരുപാട് ഫ്രൂട്ട്സുകൾ ഉണ്ടായിരുന്നു എന്നെങ്ങനെയാണ് പറയാൻ പറ്റുക? ഒരുപാട് ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാൽ പഴം എന്നൊക്കെ പറയാം. ദർ വെയർ മെനി ഫ്രൂട്ട്സ് ഇൻ ദിസ് വേൾഡ്. ഈ ലോകത്ത് ഒരുപാട് ഫ്രൂട്ട്സുകൾ ഉണ്ടായിരുന്നു. അടുത്ത ഉദാഹരണം നോക്കാം. ഇവിടെ ഒരുപാട് വീടുകൾ ഉണ്ടായിരുന്നു എന്നെങ്ങനെയാണ് പറയാൻ പറ്റുക? ദർ വെയർ മെനി ഹൗസസ് ഹിയർ. ഇവിടെ ഒരുപാട് വീടുകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഉള്ളതല്ല, മുമ്പേ ഉണ്ടായിരുന്നു. ഇപ്പോൾ എന്തോ സംഭവിച്ച് അത് ഇപ്പോൾ അവിടെ ഇല്ല. അടുത്ത ഉദാഹരണം നോക്കാം. ഇവിടെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നെങ്ങനെയാണ് പറയാ? ഇപ്പോൾ ഉള്ളതല്ല, കുറച്ച് മുമ്പേ എന്തോ ഒരു കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ദർ വെയർ സം പ്രോബ്ലംസ് ഹിയർ. സം എന്ന് പറഞ്ഞാൽ കുറച്ച്, പ്രോബ്ലംസ് ഹിയർ. ഇവിടെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഫ്രിഡ്ജിൽ കുറച്ച് മുട്ടയുണ്ടായിരുന്നു എന്നെങ്ങനെയാണ് പറയാൻ പറ്റുക? ദർ വെയർ സം എഗ്സ് ഇൻ ഫ്രിഡ്ജ്. ഫ്രിഡ്ജിൽ കുറച്ച് മുട്ടയുണ്ടായിരുന്നു. ഇപ്പം നോക്കിയിട്ട് അത് കാണുന്നില്ല, ആരും എടുത്തിട്ടുണ്ടാവും. അപ്പോഴാണ് പറയുന്നത് ദർ വെയർ സം എഗ്സ് ഇൻ ഫ്രിഡ്ജ്. ഫ്രിഡ്ജിൽ കുറച്ച് മുട്ടയുണ്ടായിരുന്നു. ഫ്രിഡ്ജ് എന്ന് പറയാം, അതല്ലെങ്കിൽ റെഫ്രിജറേറ്റർ എന്നും പറയാൻ പറ്റുന്നതാണ്. അടുത്ത ഉദാഹരണം നോക്കാം. അവിടെ ഒരുപാട് വന്യമൃഗങ്ങൾ ഉണ്ടായിരുന്നു എന്നെങ്ങനെയാണ് പറയാൻ പറ്റുക? അവിടെ ഒരുപാട് വന്യമൃഗങ്ങൾ ഉണ്ടായിരുന്നു. ദർ വെയർ മെനി അനിമൽസ് ദർ. അവിടെ ഒരുപാട് വന്യമൃഗങ്ങൾ ഉണ്ടായിരുന്നു. നമ്മളിപ്പോ നോക്കിയത് പോസിറ്റീവായിട്ടുള്ള ഉദാഹരണമാണ്. ക്ലാസ് ഉണ്ടായിരുന്നു, കാർ ഉണ്ടായിരുന്നു, അതുണ്ടായിരുന്നു, ഇതുണ്ടായിരുന്നു എന്നുള്ള ഒരു രീതിയാണ് നമ്മളിപ്പോ നോക്കിയത്. നമുക്ക് അടുത്തെന്ന് പറയുന്നത് നെഗറ്റീവ് ആയിട്ടുള്ള ക്ലാസ് ഉണ്ടായിരുന്നില്ല, ക്ലാസ് ഉണ്ടായിരുന്നില്ല, കാർ ഉണ്ടായിരുന്നില്ല, അതുണ്ടായിരുന്നില്ല, ഇതുണ്ടായിരുന്നില്ല എന്നുള്ള രീതിയിലുള്ള ഉദാഹരണങ്ങൾ നോക്കാം. അതിനൊന്നുമില്ല, വാസ് അതുപോലെ തന്നെ വേറിന്റെ കൂടെ എന്ന് പറയുന്നത് നോട്ട് ചേർത്ത് കൊടുത്താൽ മതി. വാസ് നോട്ട് എന്ന് പറയാം, വേർ നോട്ട് എന്ന് പറയാം. അതിനെ നമുക്ക് ഷോർട്ടായിട്ട് വാസിന്റെ എന്നും പറയാം, അതുപോലെ തന്നെ വേർ ഇന്ത്യ എന്നും പറയാം. കൂടാതെ എന്ന് പറയുന്നത് വാസ് നോ എന്നും പറയാം. ദർ വാസ് നോ എന്നും പറയാം. അതുപോലെ തന്നെ ദർ വേർ നോ എന്നുള്ള ഈ ഒരു മൂന്നാമത്തെ രീതിയിലുള്ള കാര്യവും പറയാം. കാരണം ഈ രീതി എന്ന് പറയുന്നത് പലപ്പോഴും പല ആളുകളും നല്ല രീതിയിൽ ഉപയോഗിക്കാറുള്ളതാണ്. ക്ലാസ് ഉണ്ടായിരുന്നില്ല എന്നെങ്ങനെ പറയാൻ പറ്റും? ദർ വാസ് നോ ക്ലാസ്. ക്ലാസ്സുകൾ ഉണ്ടായിരുന്നില്ല എന്നെങ്ങനെ പറയാം? ദർ വാസ് നോ ക്ലാസ്സസ്. ക്ലാസ്സുകൾ ഉണ്ടായിരുന്നു. ഇവിടെ എ ചേർക്കാം, എ ചേർക്കാണ്ടിരിക്കാം, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്കതിന്റെ എന്ന് പറയുന്നത് കൂടുതലായിട്ടുള്ള ഉദാഹരണങ്ങൾ നോക്കാം. ആക്സിഡന്റ് ഉണ്ടായിരുന്നില്ല എന്നെങ്ങനെ പറയാം? ദർ വാസ് നോ ആക്സിഡന്റ്. ആക്സിഡന്റ് ഉണ്ടായിരുന്നില്ല. പരിപാടി ഉണ്ടായിരുന്നില്ല എന്നെങ്ങനെ പറയാം? ദർ വാസ് നോ പ്രോഗ്രാം. പരിപാടി ഉണ്ടായിരുന്നില്ല. ആളുകൾ ഉണ്ടായിരുന്നില്ല എന്നെങ്ങനെ പറയാം? ദർ വേർ നോ പീപ്പിൾ. ആളുകൾ ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ കുട്ടികൾ ഉണ്ടായിരുന്നില്ല എന്നെങ്ങനെ പറയാം? കുട്ടികൾ എന്ന് പറയുന്നത് ഒന്നിൽ കൂടുതലാണ്. അതുപോലെ തന്നെ ആളുകൾ എന്ന് പറയുന്നത് ഒന്നിൽ കൂടുതലാണ്. അപ്പോൾ കുട്ടികൾ ഉണ്ടായിരുന്നില്ല എന്നെങ്ങനെ പറയാം? ദർ വേർ നോ ചിൽഡ്രൻ. കുട്ടികൾ ഉണ്ടായിരുന്നില്ല. നമ്മളിപ്പോ നോക്കിയത് ചെറിയ ഉദാഹരണങ്ങളാണ്. അടുത്തെന്ന് പറയുന്നത് വലിയ രീതിയിലുള്ള, അതും നമുക്ക് സംസാരത്തിലൊക്കെ നല്ല രീതിയിലായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന കൂടുതലായിട്ടുള്ള ഉദാഹരണങ്ങൾ നമുക്ക് അടുത്ത് നോക്കാം. ഇവിടെ ഒരു ഹോസ്പിറ്റലും ഉണ്ടായിരുന്നില്ല എന്നെങ്ങനെ പറയാൻ പറ്റും? ദർ വാസ് നോ ഹോസ്പിറ്റൽ ഹിയർ. ഇവിടെ ഒരു ഹോസ്പിറ്റലും ഉണ്ടായിരുന്നില്ല. ഇന്നലെ ഇവിടെ പാർട്ടി ഉണ്ടായിരുന്നില്ല എന്നെങ്ങനെ പറയാം? പരിപാടി ഉണ്ടായിരുന്നില്ല എന്നെങ്ങനെ പറയാൻ പറ്റും? ദർ വാസ് നോ പാർട്ടി ഹിയർ യെസ്റ്റർഡേ. ഇന്നലെ ഇവിടെ പരിപാടി ഉണ്ടായിരുന്നില്ല. ഇന്നലെ ക്ലാസ് ഉണ്ടായിരുന്നില്ല എന്നെങ്ങനെ പറയാൻ പറ്റും? ഇന്നലെ ക്ലാസ് ഉണ്ടായിരുന്നില്ല. ദർ വാസ് നോ ക്ലാസ് യെസ്റ്റർഡേ. ഇന്നലെ ക്ലാസ് ഉണ്ടായിരുന്നില്ല. അവിടെ ഇന്റർവ്യൂ ഉണ്ടായിരുന്നില്ല എന്നെങ്ങനെ പറയാം? ദർ വാസ് നോ ഇന്റർവ്യൂ ദർ. അവിടെ ഇന്റർവ്യൂ ഉണ്ടായിരുന്നില്ല. നമ്മളിപ്പോൾ നോക്കിയത് ദർ വാസ് വെച്ചിട്ടുള്ള ഉദാഹരണമാണ്. അടുത്ത നമുക്ക് ദർ വേർ ഉപയോഗിച്ചിട്ടുള്ള ഉദാഹരണങ്ങൾ നോക്കാം. ദർ വേർ എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതലാണ് വസ്തുക്കൾ ഉള്ളതെങ്കിൽ നമ്മൾ ദർ വേർ ഉപയോഗിച്ചിട്ടാണ് പറയേണ്ടത്. അങ്ങനെയുള്ള കുറച്ച് ഉദാഹരണങ്ങൾ നമുക്ക് അടുത്ത് നോക്കാം. ആ ഷോപ്പിൽ നല്ല ഡ്രസ്സുകൾ ഉണ്ടായിരുന്നില്ല എന്നെങ്ങനെ പറയാൻ പറ്റും? ആ ഷോപ്പിൽ നല്ല ഡ്രസ്സുകൾ ഉണ്ടായിരുന്നില്ല. ദർ വാസ് നോ ഗുഡ് ഡ്രസ്സസ് ഇൻ ദാറ്റ് ഷോപ്പ്. ആ ഷോപ്പിൽ നല്ല ഡ്രസ്സുകൾ ഉണ്ടായിരുന്നില്ല. അടുത്ത ഉദാഹരണം നോക്കാം. ഗാനമേളക്ക് ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നില്ല എന്നെങ്ങനെ പറയാം? ഗാനമേളക്ക് പറയാ കൺസേർട്ട് എന്നാണ് ഗാനമേളക്ക് പറയാ. ദർ വേർ നോ മെനി പീപ്പിൾ അറ്റ് ദാറ്റ് കൺസേർട്ട്. ആ ഗാനമേളക്ക് ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നില്ല. പാർക്കിൽ ഒരുപാട് കുട്ടികൾ ഉണ്ടായിരുന്നില്ല എന്നെങ്ങനെ പറയാൻ പറ്റും? ദർ വേർ നോ മെനി ചിൽഡ്രൻ അറ്റ് ദ പാർക്ക്. പാർക്കിൽ ഒരുപാട് കുട്ടികൾ ഉണ്ടായിരുന്നില്ല.
ഈ രീതിയിലുള്ള കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇപ്പം നെഗറ്റീവായിട്ടുള്ള കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ പോസിറ്റീവായിട്ടുള്ളത് ഉണ്ട് എന്നെങ്ങനെയാണ് പറയുക എന്നുള്ളതും പറഞ്ഞിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത് നല്ല രീതിയിൽ നമുക്ക് സംസാരത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ നിർബന്ധമായിട്ടും ഇതൊക്കെ എന്ന് പറയുന്നത് സംസാരത്തിൽ ഉപയോഗിച്ചിട്ട് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നമ്മൾ മുമ്പുള്ള ക്ലാസ്സിൽ കൃത്യമായിട്ട് പഠിച്ചതായിരുന്നു ഹാഡിൻ്റെ രൂപങ്ങൾ. ഹാഡ് വെച്ചിട്ട് എന്ന് പറയുന്നത് ഇതേ അർത്ഥമാണ് ലഭിക്കുക, ഉണ്ടായിരുന്നു എന്നുള്ള രീതിയിലുള്ള അർത്ഥമാണ് ലഭിക്കുക. എനിക്ക് കാർ ഉണ്ടായിരുന്നു, അവൾക്ക് ബൈക്ക് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത് നമ്മൾ കൃത്യമായിട്ട് മുമ്പുള്ള ക്ലാസ് പഠിച്ചതാണ്. അതുപോലെ തന്നെ ഇവിടെ ദെർ വാസ്, അതുപോലെ തന്നെ ദെർ വേർ എന്ന് പറയുമ്പോൾ ഉണ്ടായിരുന്നു എന്നുള്ള അർത്ഥമാണ് ലഭിക്കുന്നത്. പക്ഷേങ്കിൽ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം, ഒരു വ്യക്തികൾക്കാണ് ഒരു കാര്യം ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് എങ്കിൽ നമ്മൾ ഹാഡ് വെച്ചിട്ടാണ് പറയുക. ഒരു വ്യക്തികൾ എന്ന് പറയുന്ന ഒരു പേരോ ഒരാൾക്കാരെ പറയുകയാണെങ്കിൽ നമ്മൾ ഹാഡ് വെച്ചിട്ടാണ് പറയുക. പക്ഷേങ്കിൽ ആൾക്കാർ ഒഴികെ വ്യക്തികളെല്ലാം മറ്റ് എന്തെങ്കിലും കാര്യത്തിന്, ഇപ്പോൾ ആൾക്കാരൊന്നും സ്ഥലം ഒരാളെയും പറയുന്നില്ല എങ്കിലും എന്ന് പറയുന്ന ആൾക്കാരെ പറയുന്നുണ്ടോ അല്ലെങ്കിൽ സ്ഥലത്തുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ എന്ന് പറയുന്നത് ദെർ വാസും അതുപോലെ തന്നെ ദെർ വേറും ഉപയോഗിച്ചിട്ടാണ് പറയുക. അതിൻ്റെ കുറച്ച് ഉദാഹരണ സഹിതം നോക്കാം, എന്നാലാണ് നിങ്ങൾക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. എനിക്കൊരു കാർ ഉണ്ടായിരുന്നു എന്നങ്ങനെ പറയാൻ പറ്റും. ഐ ഹാഡ് എ കാർ. എനിക്കൊരു കാർ ഉണ്ടായിരുന്നു. പക്ഷേങ്കിൽ എൻ്റെ വീട്ടിലൊരു കാർ ഉണ്ടായിരുന്നു എന്നെങ്ങനെ പറയാം? എൻ്റെ വീട്ടിലാണ് കാറുള്ളത്, എനിക്കല്ല കാറുള്ളത്, എൻ്റെ വീട്ടിലാണ് കാറുള്ളത്. അതെങ്ങനെ പറയാം? ഇപ്പോൾ എന്ന് പറയുന്നത് ഐ ഹാഡ് വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റൂല. അത് കാരണം എനിക്കല്ല ഉള്ളത്, എൻ്റെ വീട്ടിലാണ് ഉള്ളത്. അപ്പോൾ എങ്ങനെ പറയാം? ദർ വാസ് എ കാർ ഇൻ മൈ ഹോം. എൻ്റെ വീട്ടിൽ ഒരു കാർ ഉണ്ടായിരുന്നു. അവൾക്കൊരു പ്രശ്നമുണ്ടായിരുന്നു എന്നെങ്ങനെ പറയാൻ പറ്റും? ഷീ ഹാഡ് എ പ്രോബ്ലം. അവൾക്കൊരു പ്രശ്നമുണ്ടായിരുന്നു. ഇനി പറയുന്നത് ഒരു പ്രശ്നമുണ്ടായിരുന്നു എന്നുള്ളത് മാത്രമാണ്. ആർക്ക് എന്നുള്ളതില്ല, എവിടെ എന്നുള്ളതില്ല. അതെങ്ങനെ പറയാൻ പറ്റും? ദർ വാസ് എ പ്രോബ്ലം. ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഇങ്ങനെയാണ് ഇതിൻ്റെ രണ്ടിൻ്റെ എന്ന് പറയുന്നത് വ്യത്യാസം വരുന്നത്. ഇപ്പം നോക്കിയത് ഒരു പ്രശ്നം എന്നാണ്. ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നെങ്ങനെ പറയാം? ഞങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നെങ്ങനെ പറയാൻ പറ്റും? വി ഹാഡ് മെനി പ്രോബ്ലംസ്. ഞങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേങ്കിൽ ആർക്കാണെന്ന് പറയുന്നില്ല, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് മാത്രമാണ് പറയുന്നത്. അതെങ്ങനെ പറയാൻ പറ്റും? ദെയർ വേർ മെനി പ്രോബ്ലംസ്. ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇത് രണ്ടിൻ്റെയും വ്യത്യാസം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. വ്യക്തികൾക്കാണ് ഉണ്ടായിരുന്നു എന്ന് പറയുന്നതെങ്കിൽ നമ്മൾ എന്ത് ചേർക്കണം? ഹാഡ് ചേർക്കണം. അതല്ല വ്യക്തികൾക്കെല്ലാം അല്ലാത്ത കാര്യത്തിൻ്റെ കൂടെയാണ് വരുന്നതെങ്കിൽ, വ്യക്തികൾ ഒരു സ്ഥലത്താണ് വരുന്നതെങ്കിൽ, അതല്ല എങ്കിൽ സ്ഥലമൊന്നും പറയുന്നില്ല, ഉണ്ടായിരുന്നു എന്ന് മാത്രമാണ് പറയുന്നതെങ്കിൽ ദെർ വാസ് അതുപോലെ തന്നെ ദെർ വേർ ചേർക്കുക. വ്യക്തികൾ എന്ന് പറയുമ്പോൾ ഐ, ഷീ, ഹി, ഇറ്റ്, അതുപോലെ തന്നെ ഒരു പേരുകൾ പറയുക, പിന്നെ യു, ദേവി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വ്യക്തികളെ സൂചിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഹാഡും, അതല്ലാതെ വരുന്ന കാര്യങ്ങൾക്ക് ദെർ വാസും അതുപോലെ തന്നെ ദെർ വേറുമാണ് ഉപയോഗിക്കേണ്ടത്. ഈ രീതി നിങ്ങൾ കൃത്യമായിട്ട് സംസാരത്തിലൊക്കെ എന്ന് പറയുന്നത് ഉപയോഗിച്ച് പരിശീലിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇതൊക്കെ എന്ന് പറയുന്നത് നമുക്ക് സംസാരത്തിൽ നിരന്തരം നല്ലതുപോലെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതികളാണ്. നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് വ്യക്തമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റിൽ അറിയിക്കാവുന്നതാണ്. കൂടാതെ എന്റെ വാട്സപ്പ് നമ്പറിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ മെസ്സേജ് അയച്ചുകൊണ്ട് നിങ്ങളുടെ സംശയങ്ങളൊക്കെ ചോദിക്കാൻ പറ്റുന്നതാണ്. കൂടാതെ വാട്സപ്പ് ഗ്രൂപ്പ്, ഇംഗ്ലീഷ് പഠിക്കാൻ സഹായിക്കുന്ന വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാവാൻ പറ്റുന്നതാണ്. കൂടാതെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. കൂടാതെ നിങ്ങളുടെ ബന്ധപ്പെട്ടവരിലേക്ക് ഈ ഒരു വീഡിയോസ് എത്തിച്ചു കൊടുക്കാം. നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്താം. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ ഒരു ഷോർട്ട് ബ്രേക്ക്.